അടിച്ച് കേറി വാ. മീഡിയ ഇപ്പോൾ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് ജലോത്സവത്തിലെ ഒരു ഡയലോഗാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു, നമ്മളെല്ലാവരും കണ്ടു. അയാൾ ഇവിടെയുണ്ട്. അടിച്ചു കയറി വാ. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കപ്പിയോ മീനോ കൊഞ്ചോ കരിമീനോ എല്ലാം എൻ്റെ വക. അടിച്ച് കേറി വാ. ഇപ്പൊ സുധീരിക്കയും കണ്ടല്ലോ, ഈ വൈറൽ സ്റ്റാർ ആണ് ഇപ്പൊ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഇതിപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ റിയാസ് ഭായി ആണ്. അത് എനിക്ക് സംഭവം അറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ച് ചോദിച്ചു, എന്താ സംഭവം, എന്തൊക്കെയോ ഇങ്ങനെ പറയണം. അത് വിളിച്ച് ചോദിച്ചത് ഞാനും സുധീറും കൂടി ഗോൾ ജിമ്മിൽ പോയി. ഇപ്പോഴല്ല കേട്ടോ, ഇതൊക്കെ വൈറലാണ് മുമ്പ്. അപ്പോൾ വീഡിയോ എടുത്ത് സുധീർ ഇട്ടു. അത് കുറേ മില്യൺ ഫോളോവേഴ്സൊക്കെ വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ സുധീർ ദോഹയിൽ പോയി. പോയപ്പോൾ റിയാസ് ഭായി, അപ്പോൾ എന്താ സുധീരെ, അല്ല എൻ്റെ എല്ലാ കമൻറ്റേയും താഴത്ത് അടിച്ചു കയറി വാ അതെന്താണ്? അവൻ സുധീർ, അത് ജലോത്സവം എന്ന് പറഞ്ഞ സിബി സാറ് ഡയറക്റ്റ് ചെയ്ത പടത്തിലെ ഡയലോഗാണത്. ഓഹോ, അതാണല്ലേ. അതങ്ങ് മറന്നു. ദേ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടിച്ചു കയറി ഒരു വീഡിയോ വന്നിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് വേറൊരാൾ ഡബ്ബി ആയിട്ടൊക്കെ ഇറക്കിയിരിക്കുന്നു, അത് ഫാന് ഇറക്കിയിരിക്കുന്നു. പക്ഷെ അത് ഞാൻ അങ്ങോട്ട് അയച്ചു വിടുന്നു സംഭവം വീണ്ടും അതിലും അടിച്ചു കയറുക. അപ്പം പിന്നെ ഈ ആഴ്ച മുഴുവൻ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ റിയാസ് ഭായ് തന്നെ. നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ ഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവേയിങ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരിക. അന്നേ ഒരു ഓളം സൃഷ്ടിച്ചു. ആ സാധനം ഇങ്ങനെ അടിച്ചു കയറി വാ എന്ന് പറയുന്ന സാധനം ഈ സിനിമയുടെ പല ടൈമിൽ ഇങ്ങനെ ആവർത്തിച്ച് വരിക. അപ്പം വീണ്ടും വൈറലായപ്പോ ഒന്ന് നെട്ടിയോ? സന്തോഷമുള്ളൂ, ഞെട്ടലല്ല, സന്തോഷമുള്ളൂ. നമ്മൾ എൻജോയ് ചെയ്യുക, ഈ മൂവ്മെന്റ് നമ്മൾ എൻജോയ് ചെയ്യുക. ഇതിപ്പോ ഇങ്ങനെ ഭാഗങ്ങൾ ആർക്ക് കിട്ടും? ഞങ്ങൾ ആക്ടേഴ്സിനെ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ സിനിമയില്, അതായത് നമ്മുടെ വൺസ് അപ്പോൺ ടൈം കൊച്ചിയില്, അതായത് റിയാസ് ഭായിയെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഇവിടെ തിയേറ്ററിൽ നിന്ന് വിളിച്ചു പറയുന്നത് അടിച്ചു കയറി വാന്നാ പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഈ ഷൂട്ടർ ഡിക്രൂസ് വരുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത്. അത് ആ ഒരു ഡയലോഗിന്റെ കൂടെ ഒരു ഗുണമാണ്. പെർഫോമൻസിന് മുമ്പ് തന്നെ കൈയടിക്കാൻ തുടങ്ങി. അതൊരു ഭയങ്കര കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഭാഗ്യമാണ്, അല്ലേ ഭയ്യ? ഈ ഷാർപ്പ് ഷൂട്ടർ ആയിട്ട് ഇപ്പൊ ഒരു നാദിർഷ ചിത്രത്തിലെത്തിയാണ്. നാദിർഷ ചിത്രം നമുക്കറിയാം, കോമഡിയും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഒരു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷാർപ്പ് ഷൂട്ടറിനെ കാണിക്കാൻ നേരത്തെ തന്നെ തിയേറ്ററിന്റെ അത് മുട്ട വെടിവെക്കുന്നതിന്റെ കേസൊക്കെ വരാൻ നേരത്ത് ഭയങ്കര ഇതാണ്. അപ്പൊ അതിനോടൊപ്പം ഇപ്പോഴത്തെ കറന്റ് സിനാരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പ്രേക്ഷകർ അത് വ്യൂ ചെയ്യുന്നത്. അതെങ്ങനെയായിരുന്നു നോക്കി കണ്ടതൊക്കെ? ആക്ച്വലി ഈ ഷാർപ്പ് ഷൂട്ടറിന് കണ്ണ് കാണില്ല, കണ്ണ് കാണാത്ത ആളാണ്. അയാൾക്ക് ഇവിടെ ഉണ്ടെന്ന് വെച്ച് അവിടെ ഇവിടേക്കും, അവിടെ ഉണ്ടെന്ന് വെച്ച് ഇവിടെ ഇവിടേക്കും, എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. ഷൂട്ടിങ് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് മറ്റാൾ ഫോണിൽ കൂടി ചോദിക്കുന്നത്, എടാ ശരിക്കും ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ എല്ലാം ഓക്കെ പറയുന്നത് അതാണ്. സോ ബേസിക് ആ ക്യാരക്ടറിൽ തന്നെ ആ കോമഡി അതിൽ തന്നെ ഉണ്ട്. പിന്നെ സിറ്റുവേഷൻസും കാര്യങ്ങളും നാദിർ ഷാ എടുത്ത വിധവും ഫിലിമിൻ്റെ മേക്കിങ്ങും എല്ലാം കൂടെ അത് ഇറ്റ്സ് വെരി പ്രസൻറ്റബിൾ. സോ ഹാപ്പണായി. സോ എനിവേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും നമുക്ക് വിജയങ്ങൾ വരുമ്പോൾ അത് നമ്മൾ സന്തോഷമുള്ളൂ. ഈ ഇപ്പൊ നിങ്ങളുടെ ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ, ഒരു കമ്പാനിയൻ എപ്പോഴും വർക്ക് ചെയ്യുന്നതും അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 3-4 പടത്തില് നമുക്ക് അത് ഒരു ഭയങ്കരമായിട്ടൊരു ഫീല്. അതെ, ഞങ്ങൾ ഒരുമിച്ച് കൊച്ചി രാജാവ് തൊട്ട് കൊച്ചി രാജാവ്, ഇന്ദ്രജിത്ത്, പിന്നെ റൺവേ, ഇപ്പോ DNA 5-6 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. കൊച്ചി എല്ലാം കൂടെ 6 പടമായി. അപ്പൊ ഏതായാലും ഞങ്ങൾ അന്ന് മുതൽ ഒരു സഹോദര ബന്ധമാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്, ആ സൂര്യമുത്തു. അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ ആ ഒരു കോംബോ രസമായിരുന്നു. ആ കോംബോ ആണ് ഇപ്പോൾ 2-3 സിനിമകളിൽ വന്ന് നിൽക്കുന്നത്. നേരത്തെ പറയണ്ടായിരുന്നല്ലോ, ഒരു ആശാനാണ് പല അർത്ഥത്തിലും എന്ന് പറഞ്ഞിരുന്നത്. അത് ഈ എനർജി കണ്ടിട്ടാണ്? എനർജിയാണ്, പിന്നെ ആ ഒരു എനർജി തന്നെയാണ്, ആശാൻ തന്നെയാണ്. കോ ആർട്ടിസ്റ്റ് അതൊക്കെ വിട്ടിട്ട് സുധീർ ഇസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇത് നേരത്തെ അറിയാം, പരിചയമുണ്ട്. പക്ഷെ നമ്മൾ ചില കാലഘട്ടങ്ങളിൽ നമ്മൾ പെട്ടെന്ന് അടുത്തുപോയി വിൽ ബിക്കം വെരി ക്ലോസ്. അപ്പോൾ നമ്മൾ ഓർക്ക് നേരത്തെ നമ്മൾ ക്ലോസ് ആയിരുന്നു. സോ ഞങ്ങളിപ്പോൾ കുറച്ച്
കാലഘട്ടമായിട്ട് ഞാൻ സുധീർ ഭയങ്കര ക്ലോസ് ആണ്, വെരി ക്ലോസ്. കുറച്ച് എല്ലാം ഷെയർ അടുത്ത് തന്നെ മിക്കവാറും എല്ലാ മാസം ഒരിക്കലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ മുമ്പ് അങ്ങനെയല്ല, കുറെ ഗ്യാപ്പ് വന്നായിരുന്നു. ഞങ്ങളൊരു 5-6 വർഷത്തെ ഗ്യാപ്പ് വന്നു. ഇപ്പൊ ഞങ്ങൾ എന്തോ ഞങ്ങൾ മനഃപൂർവ്വം അല്ല കേട്ടോ, കാലം ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ട് എവിടെയൊക്കെയോ. ഈ സിബി സാറ് വിളിച്ചിരുന്നോ? ഇപ്പൊ ജലോത്സവം സിബി സാറിന് 25 വർഷത്തിന് ശേഷം അത് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ സിബി സാറുമായിട്ട് ആ സന്തോഷം പങ്കിട്ടിരുന്നോ? സിബി സാർ ഞാൻ വിളിച്ചിട്ടില്ല, ഞാനും ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ ഇന്ന് അവിടെ എത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് സിബി സാറാണ്. ഇതിൻ്റെ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സിബി സാർ. സിബി സാറാണ് അത്രയും ആ ക്യാരക്ടർ എൻഹാൻസ് ചെയ്ത് എടുത്തത്. ആ ക്യാരക്ടർ അത്ര ഇല്ലായിരുന്നു സിനിമയിൽ, അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. സാറാണ് അത് എഴുതി എല്ലാ ദിവസവും സാറ് കാലത്തെ വന്നിരുന്ന് സീൻ എഴുതും, എനിക്ക് എഴുതും, സീൻ എഴുതി. അങ്ങനെയാണ് എൻറ്റയർ മൂവി ഹാപ്പൻഡ്. ഡബ്ബിങ് ഞാൻ ചെയ്യണം, വേറെ ചെയ്യരുതെന്ന് പറഞ്ഞ്. യൂഷ്വലി ഡബ്ബിങ്ങിൽ ADs ആണ് വരുന്നത്. ഡയറക്ടർ വന്ന് നോക്കിയിട്ട് പോകും, അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയും. സിബി സാർ 2 ദിവസം തിയേറ്റർ ബുക്ക് ചെയ്തിട്ട് 9 to 9 സിബി സാർ മാത്രമാണ് വരുന്നത്. സിബി സാർ ചോദിക്കും കാപ്പി കുടിക്കണോ, ചായ വേണോ, എന്നിട്ട് ചായ കുടിച്ചിട്ട് വരും. 2 days എൻറ്റയർ ഡേ ആൻഡ് നൈറ്റ് സിബി സാർ ഇരുന്ന് ഡബ്ബിങ്ങും കഴിഞ്ഞ് എനിക്ക് നല്ലൊരു സ്ഥലത്ത് നിന്ന് ലഞ്ചും വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്ലൈറ്റ് കയറ്റി. പക്ക പ്രൊഫഷണൽ സാറൊക്കെ പിന്നെ പറയാനുണ്ടോ? ഈ അതുപോലെ സിബി സാറ് തന്നൊരു റെഫറൻസ് എന്തായിരുന്നു? അതിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, നമ്മളിപ്പോഴും അത് റീവിസിറ്റ് ചെയ്യണം. ആ ക്യാരക്ടർ റീവിസിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് തോന്നുന്നു വെച്ചാൽ ആ എനർജി ഉണ്ടല്ലോ, അടിച്ച് കയറി വാ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എന്താണ് ജോസിന് റീനെയിം ചെയ്യുവാണല്ലോ, എന്താ ദുബായ് ജോസ് ആക്കാൻ വേണ്ടി ചീങ്കണി ജോസ് ദുബായ് ജോസ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു സാറ് തന്നൊരു റെഫറൻസ്? റെഫറൻസ് അങ്ങനെയല്ല. സാറ് ഒരു ക്യാരക്ടർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ഒരു ആക്ടർ വരുന്നു. ആ ആക്ടറിന് ഒരു ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ക്രിയേറ്റർ ഓക്കെ ഇയാൾ ഈ ഇന്ന ആക്ടറിന് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇയാൾ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, സോ ഓക്കെ ഫൈൻ, ഇനി റിയാസിൻ്റെ രീതി ഒന്ന് ചെയ്ത് കാണിക്കാൻ പറയും. അത് അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ പുള്ളി പറയും ഇല്ല മാറ്റി ചെയ്യാൻ പറയും. സോ ഇതെല്ലാം കൂടി ചേർന്നാണ് ഇത് ഇത്രയും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദുബായ് ജോസ്. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ഇത്രയും വൈറലായി? ഇപ്പൊ നേരത്തെ പറഞ്ഞ എയറിലാണ്, അപ്പം അതെങ്ങനെയായിരുന്നു? വീട്ടിലൊരു പ്രതികരണം കണ്ടായിരുന്നു വൈഫിന്റെ? വീട്ടിൽ വലിയ പ്രതികരണമൊന്നുമില്ല. വീട്ടിൽ സാധാരണ ആള് തന്നെ, പിള്ളേർക്ക് വലിയ പ്രതികരണമൊന്നുമില്ല. എന്താണ് അച്ഛയെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ വലിയതൊന്നുമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിള്ളേരൊക്കെ കണക്ട് ചെയ്തോ? കാര്യം ആ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. ആ സമയത്ത് എൻ്റെ ചെറിയ മോൻ ജനിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ മൂത്ത മോന് ജസ്റ്റ് ബേബിയാണ്. സോ അവർക്കൊന്നും കണക്ട് ആവില്ല. പക്ഷേ ഇത് കണ്ട് കണക്ട് ഇതിൻ്റെ സന്തോഷമുള്ള കാര്യം അതാണ്. എൻ്റെ മക്കൾക്ക് അറിയില്ല, പക്ഷെ നൗ ദേ ആർ കണക്ടിങ് ടു ദാറ്റ് ഫിലിം. സോ അത് തന്നെയായിരിക്കും എല്ലാവർക്കും, ഓൾ ദോസ് ജനറേഷൻ, എല്ലാ യങ്സ്റ്റേഴ്സിനും അവർ കാണാത്തൊന്ന് കാണുമ്പോൾ എഗെയിൻ അത് പോയി നോക്കും, പടം കാണും, ഈ സീൻ കാണും. സോ ദിൽ ബി റീവിസിറ്റ് ചെയ്യും, കാണാത്തവർ കാണും. ഇപ്പൊ ടർബോ ജോസ് വന്നതിന് ശേഷമാണല്ലോ ഇപ്പൊ ദുബായ് ജോസ് കയറി അങ്ങോട്ട് അടിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആവേശത്തിൽ എടാം മോനെ എന്നുള്ളത് മാറിയിട്ട് അവര് സാധനത്തിന് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കേറി വാട ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ആ സിനിമയുടെ ഡയലോഗായിട്ട് കൊളാബ് ചെയ്ത് പറയാൻ തുടങ്ങി, അടിച്ചു കയറുക മോനെ എന്നൊക്കെ, എടാ മോനെ അടിച്ചു കയറി ആ സാധനമൊക്കെ പറയുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെല്ലാം ഞങ്ങൾക്ക് സന്തോഷിക്കാനേ ഉള്ളൂ. ഒന്നും നത്തിങ് ടു സേ നോ ഇല്ല, അങ്ങനൊന്നുമില്ല. എല്ലാം ഹാപ്പി തിങ്സ് ആണ്. ഇപ്പൊ ഈ സിനിമയിലെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഷൂട്ട് തുടങ്ങി ഏകദേശം ഒരു 10-15 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യണം. ഞാൻ സിനിമയിൽ എനിക്കറിയില്ല. നമ്മുടെ പടത്തിന്റെ വൺസ് അപ്പോൺ ടൈമിൽ എന്നെ നാദിർഷയ്ക്കും റാഫിക്കും വിളിക്കുന്നു, പെട്ടെന്നൊന്ന് ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ വില്ലന്റെ കൂടെ ഉണ്ട് 2 വില്ലന്മാരുണ്ട്, ശിവജിത്തിനും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാളെ കൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ സുധീർ ഈ സിനിമയിലില്ല. സുധീറിൻ്റെ ഒരു പേരിട്ടിട്ടുണ്ട്, പീറ്റർ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് വില്ലൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ. അപ്പം സുധീറിനെ പോലുള്ള ആളായാൽ കുറച്ചുകൂടെ സുധീറിന് കുഴപ്പമില്ലല്ലോ ചെയ്യാൻ. ഞാൻ പറഞ്ഞു സന്തോഷമല്ലേ ഉള്ളൂ. നാദിർഷ റാഫിക്കയുടെ സ്ക്രിപ്റ്റ്, നാദിർഷയുടെ പടം, അത് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കണ്ടേ, ഇനി ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തപ്പോൾ ഭയങ്കര ഒരു മീശയൊക്കെ വെച്ചിട്ട് വേറൊരു ലെവല് ചെയ്തു വന്നപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ക്യാമറാമാൻ ഷായിച്ചേട്ടൻ ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറയുമ്പോൾ അങ്ങനെ ചെയ്തു വന്ന് ആ ഒരു വില്ലൻ കോമഡിയിലേക്ക് വന്നു. അതിനകത്ത് എന്താ പറയുക, എൻ്റെ തിയേറ്ററിൽ എൻ്റെ ഓരോ ചെറിയ ഡയലോഗ് പറയുമ്പോൾ ജനം ചിരിക്കുമ്പോൾ അതിൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം
ഞാൻ വില്ലത്തരം കാണിച്ചിട്ട് ഞാൻ ചിരിക്കുന്നു. അതെനിക്കൊരു നടന് കിട്ടിയ ഒരു സന്തോഷമാണത്. ഇപ്പം ബേസിക്കലി സത്യം പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ പോലെ ഇങ്ങനെ ഇടി കൊള്ളാനായിട്ട് സിനിമയിലേക്ക് ഇതില്ല. ഇപ്പൊ ഇത് തന്നെ ഈ ജലോത്സവത്തിലെ ക്യാരക്ടറൊക്കെ തന്നെയാണെങ്കിലും ഭയങ്കര ഡെപ്തായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പം ഇപ്പോഴത്തെ സിനിമകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ റോള് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട്. അതിനെയൊക്കെ എങ്ങനെയായിരുന്നു നോക്കി കാണുന്നത്? ഇത് ഓരോ കാലഘട്ടമാണ്, ഓരോ സിനിമേൻ്റെ ഓരോ കാലഘട്ടമാണ്, ഓരോ ഏറ. ചില സിനിമകൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും ഓരോ കാലഘട്ടം. ചിലത് ഭയങ്കര കമേഴ്ഷ്യൽ ഫിലിംസ് ആയിരിക്കും, ചിലത് മാസ് ഫിലിംസ് ആയിരിക്കും. ഓരോ കാലഘട്ടത്തിൽ സിനിമകൾ മാറും. ഈ മാറ്റം വരുമ്പോൾ നമ്മൾ ആ മാറ്റത്തിൽ കാണണം. നമ്മളും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. അതെ. ഈ നമ്മള് ടർബോനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ടർബോ ജോസ് ആണല്ലോ ഈ ഒരു ഇതിന്റെ ഒരു ട്രിഗർ ചെയ്ത സംഗതി. ട്രിഗർ ചെയ്ത് നന്നായി, എന്തായാലും നന്നായി. അതെ, അതിന്റെ ഒരു ആ ജോസ് ടർബോ ജോസ് എന്നുള്ള പേര് വന്നപ്പോഴാണ് ദുബായ് ജോസ് പിന്നെ മേളിലേക്ക് വന്നത്. റീസൺ വേറെ ജോസ് ഏതൊക്കെയാണെന്ന് തപ്പി വന്നപ്പോഴാണ് അതിന്റെ അത് ഏറ്റവും പ്രേക്ഷറിന് ഫേവറേറ്റ് ആയിട്ടുള്ള ജോസ് ഇതാണെന്ന് കണ്ടെത്തിയത്. ആ ഒരു സംഗതി. അതെ അതെ, ഇതെല്ലാം ലവ് ആൻഡ് എഫക്ട്. ഒരാൾ ഇഷ്ടപ്പെടാതെ ഒന്നും ചെയ്യില്ല. സോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ നിന്ന്. സോ എല്ലാവർക്കും താങ്ക് യു, വെരി ഹാപ്പി. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇതൊക്കെ ഇത് പടം ഇതാണ്. അപ്പൊ ഇതാണ്. അപ്പം ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നെന്ന് പറയുന്നത് നാദൃശേഖയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇപ്പം പ്രത്യേകിച്ച് ഒരു സംഗതി എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ തിയേറ്ററിൽ കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്, നല്ല അഭിപ്രായമാണ്. ഇനിയും ഇത് ഗംഭീര വിജയമാട്ടെ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അടിച്ച് കേറുവാ അല്ലേ? പറഞ്ഞു ഒന്ന് ആ ഡയലോഗ് ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുകയാണെങ്കിൽ പറയാം. ഭാസ്കര, എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കല്ലോ മീനോ കൊഞ്ചോ കപ്പയോ എല്ലാം എൻ്റെ ചെലവ്. അടിച്ച് കയറി വാ.